കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്നതോടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സിതാര ജംഗ്ഷനിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നതോടെ കൊട്ടിയം ടൗണിലും ദേശീയപാതയിലും വാഹനക്കുരുക്കുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. കൊല്ലം ജില്ലാ പോലീസ് മേധാവിയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയത്. ആലപ്പുഴ ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിലറുകൾ, ടാങ്കർ ലോറികൾ, കണ്ടെയ്നറുകൾ മുതലായ ഹെവി വാഹനങ്ങളും മറ്റ് ഗുഡ്സ് വാഹനങ്ങളും ചവറ KMML ജംഗ്ഷനിൽ തിരിഞ്ഞ് ഭരണിക്കാവ് കൊട്ടാരക്കര വഴി MC റോഡിൽ പ്രവേശിച്ച് യാത്ര തുടരാവുന്നതാണ്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന മറ്റു വാഹനങ്ങൾ ചവറ ആൽത്തറമൂട്, കടവൂർ കല്ലുംതാഴം, അയത്തിൽ, കണ്ണനല്ലൂർ വഴി മൈലക്കാടെത്തി ദേശീയപാതയിൽ പ്രവേശിച്ച് യാത്ര തുടരാം. അല്ലെങ്കിൽ കണ്ണനല്ലൂർ, മീയന്നൂർ, കട്ടച്ചൽ വഴി ചാത്തന്നൂരിൽ പ്രവേശിച്ച് യാത്ര തുടരാം. കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അയത്തിൽ, കണ്ണനല്ലൂർ, കട്ടച്ചൽ, ചാത്തന്നൂർ വഴി ദേശീയപാതയിൽ പ്രവേശിച്ച് യാത്ര തുടരാവുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പാരിപ്പള്ളി, പറവൂർ, പൊഴിക്കര വഴി കൊല്ലത്തേക്ക് യാത്ര തുടരാവുന്നതാണ്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി സുഗമമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനായി പോലീസ് നിർദ്ദേശിക്കുന്ന ഈ ഗതാഗത ക്രമീകരണങ്ങളോട് പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.